ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 ഒരു ചോദ്യപേപ്പറാണ്. കോഡ് നമ്പർ 116. മലബാറിലെ പ്രസിദ്ധ സ്വാതന്ത്ര്യ സമര സേനാനി മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ജനിച്ചത് എവിടെയാണ്? മലബാറിലെ പ്രസിദ്ധ സ്വാതന്ത്ര്യ സമര സേനാനി മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ജനിച്ചത് ചെറുപ്ലശ്ശേരി. താഴെ പറയുന്നവയിൽ കേരളത്തിൽ നിന്നുള്ള ഏത് സ്ത്രീയാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമല്ലാത്തത്? അമ്മുവിന്റെ ആനിയുടെ വേലക്കാരിയാണ് അമ്മു. ആനിയുടെ വേലക്കാരിയാണ് അമ്മു. ആനി മസ്ക്രീൻ, വേലക്കാരി ദാക്ഷാണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ. ഇവരിത്രയുമാണ് അംഗങ്ങൾ. അപ്പോൾ കേരളത്തിൽ നിന്ന് 3 വനിതകളായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗം. അക്കാമാചാര്യൻ അംഗമല്ല. താഴെ പറയുന്നവയിൽ ഏത് വൈസ്രോയിയാണ് ഇൽബർട്ട് ബിൽ വിവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ലോർഡ് റിപ്പൺ. ലോർഡ് റിപ്പൺ ആണ് ഇൽബർട്ട് ബില്ലുമായി ബന്ധപ്പെട്ടത്. 1663 കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി ആരാണ്? കൊച്ചി പിടിച്ചടക്കിയത് ഡച്ചുകാരാണ്. 1775 രണ്ടാമത്തെ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെ? 1775 രണ്ടാമത്തെ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് ഫിലാഡൽഫിയ. ആരാണ് നിയമങ്ങളുടെ ആത്മാവ് ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന പുസ്തകം എഴുതിയത്? ആര്? മോണ്ടസ്ക്യൂ ആണ്. നിയമങ്ങളുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ലോസ്. അപ്പൊ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ആദ്യ സമ്മേളനം നടന്നത് 1774 ഫിലാഡൽഫിയയിലാണ്. രണ്ടാമത്തതും ഫിലാഡൽഫിയയിൽ. ആദ്യ സമ്മേളനത്തിൽ ജോർജിയ പങ്കെടുത്തില്ല. രണ്ടാമത്തെ സമ്മേളനത്തിൽ 13 കോളനികളും പങ്കെടുത്തു, ജോർജിയയും പങ്കെടുത്തു. നിയമങ്ങളുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ലോസ്, ഇങ്ങനത്തെ പുസ്തകം എഴുതിയത് മോണ്ടസ്ക്യൂ. 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിൻവാങ്ങിയ ഉടമ്പടിയുടെ പേരെന്ത്? ബ്രെസ്റ്റ് ലിറ്റോവ്സ്ക് ഉടമ്പടി. 1-ാം ലോക മഹായുദ്ധത്തിൽ റഷ്യയിലെ ആഭ്യന്തര യുദ്ധം നടക്കുകയായിരുന്നു. അതുകൊണ്ട് ലോകമഹായുദ്ധത്തിൽ റഷ്യ പങ്കെടുത്തില്ല. ബ്രെസ്റ്റ് ലിറ്റോവ്സ്ക് ഉടമ്പടിയാണ്. 1857 കലാപകാലം ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ക്യാനിംഗ് പ്രഭു. 1858 1-ാം സ്വാതന്ത്ര്യ സമരം അവസാനിക്കുമ്പോഴും ക്യാനിംഗ് പ്രഭു ആയിരുന്നു ഇന്ത്യയുടെ ഗവർണർ ജനറൽ. 1909 ഗാന്ധിജി എഴുതിയ പുസ്തകം ഏതാണ്? ഗാന്ധിജി ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകം എഴുതുന്നു. 1909 ഗാന്ധിജി എഴുതിയത് ഹിന്ദ് സ്വരാജ്. തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കും എതിരായ പോരാട്ടത്തിൽ 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ട കേരളത്തിന്റെ നേതാവ് ആരാണ്? 21 തൊട്ടുകൂടായ്മ ജാതി വ്യവസ്ഥയ്ക്കെതിരെ തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് ടി കെ മാധവൻ. ഹായ് സനു. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് ഓൺ വെസ്റ്റർലൈസ്, ഉയർന്ന ഉഷ്ണമേഖല, താഴ്ന്ന ഉപധ്രുവം. അപ്പൊ ഇവിടെ ചേരുംപടി ചേർക്കാനാണ്. ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് ഓൺ, കണ്ടോ ഇംഗ്ലീഷിലാണ് ചോദ്യം വന്നിരിക്കുന്നത്, സ്കൂൾ ബുക്ക് ആണ് ചോദ്യം. ഇതിനെ ഡോൾഡ്രം എന്ന് വിളിക്കുന്നു. ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് ഓൺ ആണ് ഡോൾഡ്രം. വെസ്റ്റർലൈസ് എന്ന് വെച്ചാൽ 30 ഡിഗ്രി 60 ഡിഗ്രി അക്ഷാംശത്തിന് ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. 30-നും 60-നും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതിന് അക്ഷാംശമാണ് വെസ്റ്റർലൈസ്. ഉയർന്ന ഉഷ്ണ മേഖല, അതിനെയാണ് കുതിര അക്ഷാംശം, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. താഴ്ന്ന ഉപദ്രവമാണ് പോളാർ ഫ്രണ്ട്. റോഡ് സാന്ദ്രത, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എലിമിനേറ്റ് ചെയ്തു. നമ്മുടെ ലോകത്ത് റോഡ് ശൃംഖലയിൽ 1-ാമതുള്ള രാജ്യം അമേരിക്കയും 2-ാം സ്ഥാനം ഇന്ത്യയുമാണ്.
എല്ലാ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? പ്രസ്താവന AD എന്നിവ തെറ്റാണ്. BC എന്നിവ ശരിയാണ്. 1:50,000 ഒരു ഭൂപടം പ്രതിരോധ സേനകൾ ഉപയോഗിക്കുന്ന നിലവാരമുള്ള ട്രോപ്പോഗ്രഫിക്കൽ മാപ്പാണ്. പരമ്പരാഗത ചിഹ്നങ്ങൾ എന്നറിയപ്പെടുന്ന ചിഹ്നങ്ങളുടെ സഹായത്തോടെ ഭൂപ്രകൃതിയുടെ സവിശേഷതകൾ ടോപ്പോ ഷീറ്റിൽ പ്രതിനിധീകരിക്കുന്നു. ബിയും സിയും ശരി. കറുപ്പ് നിറമാണ് ജലാശയം, നീല നിറമാണ് ജലാശയം. തെറ്റാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ഇനി അടുത്തത്, പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. പുറന്തോട് ആവരണം ധാതുക്കളുടെ ഘടനയിലെ മാറ്റത്തെ അടിസ്ഥാനമാക്കി വിച്ഛേദത്തിന്റെ ഇടുങ്ങിയ മേഖല മൊഹറോവിസിക് വിഭിന്നത എന്ന് വിളിക്കുന്നു. മൊഹറോവിസിക്, ഗുട്ടൻബർഗ് വിഭിന്നത, ഇത് രണ്ടും ഞാൻ ഒരു ഈസി കോഡ് പറഞ്ഞിട്ടുണ്ട്. ഷോർട്സ് ആണ്, ജസ്റ്റ് 1 മിനിറ്റേ ഉള്ളൂ, കണ്ടു നോക്കുക. പുറന്തോട്, മുകളിലെ ആവരണം എന്നിവയെ ഒരുമിച്ച് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നു. ഈ സ്റ്റേറ്റ്മെന്റില് A ശരിയാണ്, B തെറ്റാണ്. അപ്പൊ പുറന്തോട്, ഭൂവൽക്കം, ആവരണം, ഇത് രണ്ടും ഇടയ്ക്കുള്ള ധാതുക്കളുടെ ഘടനാമാറ്റത്തെ അടിസ്ഥാനമാക്കി മൊഹറോവിസിക് വിഭിന്നത. ഭൂമി വാങ്ങാൻ മോഹം, ഭൂവൽക്കം. അപ്പോൾ ഇത് രണ്ടിനും ഇടയിലാണ് മൊഹറോവിസിക് വിഭിന്നത. നമ്മുടെ ഭൂമിയെ മൊത്തത്തിൽ നമുക്ക് എങ്ങനെ തിരിക്കാം? ഏറ്റവും ഉള്ളിൽ കാമ്പുണ്ട്, അതിനുള്ളിൽ മാന്റിലുണ്ട്, ഏറ്റവും പുറമേ കാണപ്പെടുന്നത് ഭൂവൽക്കമാണ്. ഭൂവൽക്കം 40 കിലോമീറ്റർ തിക്നെസ് ആണ്. ഭൂവൽക്കത്തെ സിയാൽ എന്നും സിമ എന്നും തിരിക്കുന്നു. വൻകരാ ഭൂവൽക്കം അല്ലെങ്കിൽ കടൽത്തറ ഭൂവൽക്കം എന്ന് തിരിക്കുന്നു. മാന്റിൽ എന്ന് പറയുമ്പോൾ അധോ മാന്റിൽ എന്നും ഉപരിമാന്റിൽ എന്നും തിരിക്കുന്നു. ഉപരിമാന്റിൽ ഖരാവസ്ഥയിലാണ്, അധോ മാന്റിൽ അർദ്ധദ്രാവക അവസ്ഥയിലാണ്. കാമ്പിനെ അകക്കാമ്പെന്നും പുറക്കാമ്പെന്നും വിളിക്കുന്നു. കാമ്പ് നിഫെ, നിക്കൽ അലൂമിനിയം, നിക്കൽ അയൺ, നിഫെ എന്നും ഇതിനെ വിളിക്കുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ മൊഹറോവിസിക് വിഭിന്നത, ഗുട്ടൻബർഗ് വിഭിന്നത, അസ്തനോസ്ഫിയർ ഇതൊക്കെ പറയുന്നത്. അസ്തനോസ്ഫിയർ ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. പട്ടികയിലെ താഴെ പറയുന്ന കോഡുകൾ നോക്കുക. ധാതു ഹൃദയ ഭൂമി ഏതാണ്? ഛോട്ടാ നാഗ്പൂർ അല്ലേ? സിർക്കോണിയം. ഇന്ത്യയുടെ കോട്ടൺ പോളിസ് എല്ലാവർക്കും അറിയാം, മുംബൈ ആണ്. ഇനി ഇത് രണ്ടും അറിയാമെങ്കിൽ തന്നെ ഉത്തരം കിട്ടും. 1 C ആണ്, 1 C ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. 2 D ആണ്. സിർക്കോണിയം എന്ന് പറയുന്നത് കേരള തീരം, കോട്ടണോപോളിസ് മുംബൈ. അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ജംഷഡ്പൂരിലുണ്ട്, പശ്ചിമ ബംഗാൾ. അപ്പൊ എല്ലാം കിട്ടി. സിർക്കോണിയം കേരള തീരം. ഇന്ത്യയിലെ ട്രഷറി ബില്ലുകൾ ഏതാണ് ശരി? ട്രഷറി എന്ന് പറയുമ്പോൾ നമ്മുടെ സർക്കാരുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് അല്ലെ, ട്രഷറി ബില്ലുകൾ. ഇനി ട്രഷറി ബില്ല് എന്ന് പറയുമ്പോൾ ഈ ആൻസർ 2ഉം 3ഉമാണ് ശരി. കോൾ ലോണുകളെ അപേക്ഷിച്ച് ട്രഷറി ബില്ലുകൾക്ക് ലിക്വിഡ് കുറവാണ്. ട്രഷറി ബില്ലുകൾ നൽകാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂ. ഇത് രണ്ടിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. അപ്പൊ ട്രഷറി ബില്ലുമായി ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്? കോൾ ലോണുകളെ അപേക്ഷിച്ച് ലിക്വിഡിറ്റി കുറവാണ്, കേന്ദ്ര സർക്കാരിന് മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. സംസ്ഥാന സർക്കാരാണ് നൽകുന്നത് എന്ന് പറഞ്ഞത് തെറ്റാണ്. നിയമപരമായ ലിക്വിഡിറ്റി അനുപാതത്തിൽ യോഗ്യമല്ല എന്ന് പറഞ്ഞതും തെറ്റാണ്. ഫാക്ടറി ചെലവിൽ GDP എന്തിന് തുല്യമാണ്? വിപണി വിപുലയിലെ NNP അറ്റ ആദായം പ്ലസ് മൂല്യത്തകർച്ച മൈനസ് വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം മൈനസ് അറ്റ പരോക്ഷ നികുതി. നികുതികളുടെ ഒപ്റ്റിമൽ മിശ്രണം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇത് നികുതി മൂലമുള്ള അധിക ഭാരം കുറയ്ക്കുന്നു. ഇതാണ് ശരി, ഒപ്റ്റിമൽ മിശ്രണം. അപ്പൊ ഈ ഒരു ചോദ്യപേപ്പർ എന്ന് വെച്ചാൽ ഡിഗ്രി പ്രിലിംസിന്റെ ചോദ്യപേപ്പർ ആയിരുന്നു. ഡിഗ്രി ലെവലിന്റെ സ്റ്റേജ് 2 ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ഡിഫിക്കൾട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് LDC LGSകാർക്ക്. LDCക്കാർക്ക് ഇതിൽ നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. വേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് കേട്ടോ. വ്യക്തിഗത ഡിസ്പോസിബിൾ വരുമാനം കണക്കാക്കുന്നത് സംബന്ധിച്ച് താഴെ പറയുന്ന ശരിയല്ലാത്തത് ഏതാണ്? ഈ 3 സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്.
ശരിയായിട്ടുള്ളത് വ്യക്തിഗത നികുതികൾ ഒഴിവാക്കുന്നു, ട്രാൻസ്ഫർ പേയ്മെന്റ് ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനി ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ്, അഡ്ജസ്റ്റ്മെന്റ് സൗകര്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2ഉം 4ഉം മാത്രം. മണി മാർക്കറ്റ് പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാകുന്ന സെൻട്രൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് ഫ്ലോകളുടെ ആകെ തുക. RBIയിൽ നിന്ന് ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകളിലെ പോളിസി ഇൻഡ്യൂസ്ഡ് ഫ്ലോകൾ ഇതിൽപ്പെടുന്നു. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് അടുത്തതിലേക്ക് സ്കിപ്പ് ചെയ്ത് പോവുക. എല്ലാ ചോദ്യങ്ങളും 100 എഴുതി 100 മാർക്ക് വാങ്ങിക്കണമെന്ന് PSC പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് മാത്രമല്ല, കട്ടിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒക്കെ കട്ട് ഓഫും കുറവായിരിക്കും. അപ്പോൾ നമുക്കറിയാവുന്ന മാത്രം എഴുതി തന്നെ ജോലിയിലേക്ക് കയറാൻ പറ്റും. ഇനി കേന്ദ്ര ഗവൺമെന്റ് അടിയന്തര അധികാരങ്ങളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1ഉം 2ഉം മാത്രം. 3 വ്യത്യസ്ത തരത്തിലുള്ള അടിയന്തര കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. അടിയന്തര കാര്യങ്ങൾ 3 എണ്ണം, സാമ്പത്തിക അടിയന്തരാവസ്ഥ അങ്ങനെ 3 എണ്ണം. യുദ്ധം, ബാഹ്യാക്രമണം, സായുധ കലാപം, ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്ത് സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. ഇനി ഇന്ത്യയുടെ ഭരണഘടന ഏത് ഷെഡ്യൂളാണ് യൂണിയൻ സംസ്ഥാനങ്ങൾ അധികാര വിഭജനത്തെ കുറിച്ച് പറയുന്നത്? 7 ലിസ്റ്റുകൾ. യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് ശരിയല്ലാത്തത് ഏതൊക്കെ? ശരിയല്ലാത്തത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച് രാഷ്ട്രപതിയാണ് NHRC അംഗങ്ങളെ നിയമിക്കുന്നത്. ഇതാണ് തെറ്റ്. പാർലമെന്റിന്റെ നിയമപ്രകാരമാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ നിയമിച്ചിരിക്കുന്നത്. ബോധവൽക്കരണം നടത്തുന്നു ജനങ്ങൾക്കിടയിൽ. വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഒരു NHRC എക്സ് ഒഫിഷ്യോ അംഗമാണ്. വനിതാ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, പിന്നോക്ക കമ്മീഷൻ, SC/ST കമ്മീഷൻ ഇതൊക്കെ എക്സ് ഒഫിഷ്യോ അംഗങ്ങളാണ്. 7ഓളം എക്സ് ഒഫിഷ്യോ അംഗങ്ങളുണ്ട്. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയത്? 42ലാണ് സെക്യുലാരിസം എന്ന ടേം വന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ സോഷ്യലിസം എന്ന പദം സൂചിപ്പിക്കുന്നത്? ഹായ് അനു, സോഷ്യലിസം എന്ന പദം സൂചിപ്പിക്കുന്നു ഇന്ത്യൻ ഭരണഘടന. സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളെ മാത്രം ദേശസാൽക്കരിക്കുകയും സ്വകാര്യ സ്വത്ത് വിനിയോഗിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക. ഇതാണ് സോഷ്യലിസം. അഖിലേന്ത്യാ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ആരാണ്? UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇപ്പൊ മനോജ് സോണി രാജിവെച്ചു അല്ലെ? നമ്മൾ എല്ലാവരും പഠിച്ചു വെച്ചതാണ്. UPSCയുടെ അധ്യക്ഷൻ മനോജ് സോണി ഉടനെ രാജിവെച്ച് കളഞ്ഞു. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരാണ് അംഗീകാരം നൽകുന്നത്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അംഗീകാരം നൽകുന്നത്. ഒരു പൊതു ഉദ്യോഗസ്ഥൻ തന്റെ ചുമതലകൾ നിർവഹിക്കാൻ വിസമ്മതിക്കുന്നു. സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന കമാൻഡ് ഏതാണ്? മാൻ മസ്റ്റ് ഡു അല്ലേ? അപ്പോ മാൻഡമസ്, യു മസ്റ്റ് ഡു എന്നുള്ള രീതിയിൽ മാൻഡമസ്. ശരീരം ഹാജരാക്കുക, ഹെബിയസ് കോർപ്പസ്. സാക്ഷ്യപ്പെടുത്തുക, സെർഷ്യോററി. പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാരിലെ മന്ത്രിക്കോ പാർലമെന്റ് അംഗത്തിനോ എതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ യോഗ്യതയുള്ള സ്ഥാപനം ലോക്പാലാണ്. ദേശീയ തലത്തിലുള്ള അഴിമതി. ഇന്ത്യൻ ഭരണഘടന ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? 54. അസമിലെ പരമ്പരാഗത നൃത്ത നാടകത്തിന്റെ പേരെന്ത്? അസമിൽ സാത്രിയ. ദക്ഷിണേഷ്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം എന്താണ്? ദക്ഷിണേഷ്യൻ ഗെയിം സമാധാനം, സമൃദ്ധി, പുരോഗതി. MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് എന്നാണ്? 1995. വെരി ഇമ്പോർട്ടന്റ്. അപ്പോ ആകെ എത്ര പേർക്ക് കിട്ടി? ആദ്യം G ശങ്കരക്കുറുപ്പിന് കിട്ടി, രണ്ടാമത് SK പൊറ്റക്കാടിന് കിട്ടി, മൂന്നാമത് തകഴി ശിവശങ്കരയ്ക്ക് പിള്ളയ്ക്ക് കിട്ടി, 4 നമ്മുടെ MTക്ക് കിട്ടി, 5 ONVക്ക് കിട്ടി, 6 അക്കിത്തത്തിന് എന്ന് കിട്ടി? 2019 ലഭിച്ചത്. MTക്ക് എത്ര എന്നാ കിട്ടിയത്? 95. ഇനി ആദ്യം കിട്ടിയ മലയാളിയാണ് G ശങ്കരക്കുറുപ്പ്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വേദി എവിടെയാണ്? പുന്നമടക്കായലാണ് നെഹ്റു ട്രോഫി വള്ളംകളി വേദി. കേരള മോപ്പസാൻഡ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ്. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. ഏത് സ്ഥലമാണ് അത്തച്ചമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? തൃപ്പൂണിത്തറ. കുച്ചിപ്പുടി എവിടെ നിന്ന് ഉത്ഭവിച്ചു? കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്. കേരളത്തിന്റെ തനത് നൃത്തരൂപമാണ് മോഹിനിയാട്ടവും കഥകളിയും. തമിഴ്നാട്ടിലോ? ഭരതനാട്യം. ശാരീരിക ഒഡീസിയാണ് ഒഡീഷയുടെ.
ശാരീരിക വൈകല്യമുള്ള കായിക താരങ്ങൾക്ക് നടത്തുന്ന ഒരു അന്താരാഷ്ട്ര മൾട്ടി സ്പോർട്സ് ഇവന്റിന്റെ പേരെന്ത്? പാരാലിമ്പിക് ഗെയിമുകൾ. ഓട്ടംതുള്ളലിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. ഓട്ടംതുള്ളൽ ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. 3 തരം ഓട്ടംതുള്ളലുണ്ട്: ശീതങ്കം തുള്ളൽ, പറയൻതുള്ളൽ, ഓട്ടംതുള്ളൽ. ശീതങ്കം തുള്ളലാണ് ആദ്യമായിട്ട് എഴുതി തയ്യാറാക്കിയ തുള്ളല്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. ആമസോൺ കിൻഡിൽ പോലെയുള്ള ഇ ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇ ഇങ്ക്. ഡാഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനമല്ല. ഇൻപുട്ട് ഔട്ട്പുട്ട് മാനേജ്മെന്റ് ചെയ്യും, റിസോഴ്സ് അലൊക്കേഷൻ ചെയ്യും, മെമ്മറി മാനേജ് ചെയ്യും. പക്ഷേ പ്രോസസർ മാനേജ്മെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്ക് ഇല്ല. വാന് ലാനിലേക്ക് ചേർക്കാൻ സാധിക്കും. അതിന് ഗേറ്റ് വേ ഉപയോഗിച്ചാൽ മതി. ഗേറ്റ് വേ ഉപയോഗിച്ച് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആക്കാം. സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റ് ഡോക്യുമെന്റിലേക്ക് ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെന്റിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഹൈപ്പർ ടെക്സ്റ്റ്. ഒരു ഹാക്കർ ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറിലേക്കും അക്കൗണ്ടുകളിലേക്കും പ്രവേശനം നേടുന്നതിന് ക്ഷുദ്രകരമായ ലിങ്കുകൾ അയക്കുന്ന സൈബർ കുറ്റത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഫിഷിംഗ്. അപ്പോൾ ഫിഷിംഗ് എന്ന് പറയുന്നത് പാസ്വേഡ് ഒക്കെ അടിച്ചു മാറ്റുകയാണ്. വ്യാജേന വന്ന് അടിച്ചു മാറ്റുന്നു. 66F എന്താണ്? തീവ്രവാദമാണ്. 66EO പ്രൈവസിയെ ബാധിക്കുന്നതാണ്. 2000 IT ആക്ട് വന്നത്. 2008 IT ആക്ട് ഭേദഗതി ചെയ്തത്. വൈറ്റ് ഹാക്കർ ഉണ്ട്, ഗ്രേ ഹാക്കർ ഉണ്ട്, ബ്ലാക്ക് ഹാക്കർ ഉണ്ട്. വൈറ്റ് എന്ന് പറയുമ്പോൾ സതുദ്ദേശമാണ്. ഗ്രേ ചിലപ്പോൾ നല്ല ഉദ്ദേശം, ചിലപ്പം മോശ ഉദ്ദേശം. മെർക്കുറസ് നൈട്രേറ്റ് എന്ന സംയുക്തം കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? പ്രഫുല്ലചന്ദ്ര റേയാണ്. P0. ഡാഷ് ISROയുടെ വിപണന വിഭാഗമാണ്. ISROയുമായി ബന്ധപ്പെട്ട വിപണനം നടത്തുന്നത് ആൻഡ്രിക്സ് ആണ്. ആൻഡ്രിക്സ്. താഴെ പറയുന്നവയിൽ പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ് അല്ലാത്തതേത്? പുനരുപയോഗിക്കാൻ സാധിക്കുന്നത്, വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നത് സൗരോർജം, കാറ്റിൽ നിന്നുള്ളത്, തിരമാലയിൽ നിന്നുള്ളത്, ജലം. ഇതൊക്കെയാണ്. ജലം, ബയോമാസ് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ കൽക്കരി, പെട്രോള് ഇതൊന്നും പുനരുപയോഗിക്കാൻ സാധിക്കില്ല. പ്രകൃതിവാതക ഊർജമൊന്നും പുനരുപയോഗിക്കാൻ പറ്റില്ല. ഹരിതഗൃഹവാതക ഉദ്വമനത്തിന്റെ പ്രധാന പങ്ക് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. സുസ്ഥിര വികസനത്തിന്റെ പ്രധാന ഘടകം അല്ലാത്തതേത്? കാലാവസ്ഥാ വ്യതിയാനം. അങ്ങനെ 50 GK ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് പോകാം. ആദ്യം നമ്മൾ മലയാള ചോദ്യങ്ങളാണ് കാണാൻ പോകുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? പൂജക ബഹുവചനം. നിങ്ങൾ, താങ്കൾ, മാരാർ, ശാസ്ത്രികൾ ഇതൊക്കെ പൂജക ബഹുവചനമാണ്. പൂജകമല്ലാത്തത് അധ്യാപകർ. നിങ്ങൾ എന്ന പദം പിരിച്ചെഴുതിയാൽ നിൻ പ്ലസ് കൾ. നിങ്ങൾ, നിൻ പ്ലസ് കൾ. അതിഥിയെ സ്വീകരിക്കുന്നയാൾ എന്നർത്ഥം വരുന്നത് ആതിഥേയൻ. ആതിഥേയൻ. ശരിയായ പദം കാണുക. എന്താണ് ശരിയായ പദം? ആൻസർ ഖണ്ഡാകാരമാണ്. താഴെ പറയുന്നവയിൽ പുഞ്ച എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. പുഞ്ച എന്ന് പറയുമ്പോൾ നഞ്ചയാണ്. സ്ത്രീലിംഗ പദമല്ലാത്തത് ക്ഷമിത്രി, ഖാദിനി, കീകടി. തപസ്വി എന്ന് പറയുന്നത് സ്ത്രീലിംഗ പദമല്ല. ജംഗമം, ജംഗമ വസ്തുക്കൾ, സ്ഥാപന ജംഗമം എല്ലാം. പര്യായ പദം അല്ലാത്തതേത് എന്നാണ്? ഇംഗം, ത്രസം, ചരം ഒക്കെയാണ് ദത്തം. ഘടകപദം എഴുതുക. നാടകം വാചക പ്രധാനമാണ്. കഥകളി അതുപോലും അതല്ല എന്നുള്ളതാണ്. അപ്പോൾ നാടകം വാചക പ്രധാനം ആയിരിക്കെ കഥകളിയാണ് പോലും അതല്ല എന്നുള്ളതാണ്. നടക്കാൻ പ്രയാസമുള്ള വഴി ദുർഗപദം. പാടുള്ള വഴി ദുർഗം, കഷ്ടപ്പാട് ദുർഗപദം. പ്രസ്താവം, പ്രസ്ഥാനം ശരിയായവ നോക്കുക. പറച്ചിൽ യാത്രയാണ്. ആരംഭം പുറപ്പാടാണ്. 1ഉം 4ഉം ശരിയാണ്. ഇനി നമുക്ക് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ഇംഗ്ലീഷ് ചോദ്യങ്ങളിലേക്ക് പോകുമ്പോൾ യൂസ് ദി റൈറ്റ് ജെറൻഡ്. ജെറൻഡ് ING ഫോം ആണല്ലോ. ഹിസ് ഡാഷ് ഏർലി ഇൻ ദ മോർണിംഗ് ഹെൽപ്ഡ് ഹിം സ്കോർ വെൽ. ഹിസ് റൈസിംഗ്.
Select the phrase from the sentence that contains an infinitive. She went to the store to get some bread. To get some bread. Choose the correct form of the auxiliary verb. Agrees with the subject. The information provided to you was wrong. Choose the right preposition. I am good at lawn tennis. He is writing the book. The book is being written by him. The meeting has been put dash till tomorrow. നീട്ടി വെക്കണം, put off. Replace the underlined text with correct idioms or phrases given in the options. The police officer left no stone unturned. എന്താണ് no stone unturned എന്ന് വെച്ചാൽ try every possible way. In Delhi bad than Mumbai in terms of pollution. Delhi is worse than Mumbai in terms of pollution. ഇനി choose the best one word, substitute underlined phrase. Easily carry out somewhere, portable. Choose the options that is the best, most opposite in the meaning of the underlined word. Futility. Futility, usefulness. The woman's husband tends to vituperate her when he drinks. Vituperate എന്ന് പറഞ്ഞാൽ abuse എന്നാണ്. എന്താണ് അർത്ഥം? abuse. abuse. അടുത്ത ചോദ്യം നമുക്ക് വേണ്ടത് appears to be correct form of tense ആണ്, appropriate ആയിട്ട് എടുക്കേണ്ടത്. The flight will have taken off before we reach the airport. Which of the following is correctly spelled? ഇതിനകത്ത് trespass TRE ഒരു എസ്സേ ഉള്ളൂ, പിന്നെ പാസിന് 2 എസ്. Question tag is never. never വന്നതുകൊണ്ട് ഇനി പോസിറ്റീവ് വേണം. is he. never വന്നതുകൊണ്ട് നെഗറ്റീവ് ഇനി ഇടാൻ പാടില്ല. is he. Choose the appropriate feminine form of horse. horse എന്ന് പറയുമ്പോൾ mare. The farmer moved his dash of cows to higher ground to avoid the flood. Herd. moved his herd of cows. Cowന്റെ ഒക്കെ ഗ്രൂപ്പ് കളക്റ്റീവ് നൗൺ herd. He said, oh, it is bad weather, I can't drive. Above, he exclaimed with the sorrow that it was a bad weather and he couldn't drive. Those tablets are really dash. My headache is much better now. അപ്പോൾ ആ ടാബ്ലറ്റ് കൊള്ളാം, റിയലി എഫക്റ്റീവ് ആണ്. വിയാ മീഡിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രേസസ് ഔട്ട് ഓഫ് ദി 4 ഓപ്ഷൻസ്. വിയാ മീഡിയ എന്ന് വെച്ചാൽ ഈ ഒരു ഫോറിൻ ഫ്രേസിന്റെ അർത്ഥം മിഡിൽ കോഴ്സ് എന്നാണ്. ക്യാൻ യു സ്പീക്ക് ഡാഷ് സ്പാനിഷ്? ക്യാൻ യു സ്പീക്ക്, ഇവിടെ സ്പീക്കിന് ശേഷം ആർട്ടിക്കിളിന്റെ ആവശ്യമില്ല. ക്യാൻ യു സ്പീക്ക് സ്പാനിഷ് എന്ന് ചോദിച്ചാൽ മതിയാകും. അപ്പോൾ ഇംഗ്ലീഷ് കഴിഞ്ഞു, മലയാളം കഴിഞ്ഞു, GK കഴിഞ്ഞു. ഇനി ഈ ഒരു ചോദ്യപേപ്പർ ഡിഗ്രി പ്രിലിംസ് ആണെന്ന് പറഞ്ഞില്ലേ, ഇനി 10 ചോദ്യങ്ങൾ മാത്സ് ആണ്. ഞാൻ ആൻസേഴ്സ് മാത്രം കാണിക്കുന്നതേ ഉള്ളൂ. 5/7 ആണ്. 4x into 4 - 1 വരണമായിരുന്നു. ഇനി 2 × 4 4 × 6 6 × 8 20ാം പദം എത്രയാണ്? n-ാം പദം എന്ന് വെച്ചാൽ a + n - 1 × d. a ആദ്യ പദം, d പൊതുവ്യത്യാസം, n പദങ്ങളുടെ എണ്ണം. ഉത്തരം a ആണ്. അടുത്തത് b ആണ്. 63 c ആണ്. 64 c ആണ്. 65 d ആണ്. 66 a ആണ്. 67 b ആണ്. 68 d. 300 ഡിഗ്രി ചലിച്ചു. മണിക്കൂർ സൂചി എത്ര ഡിഗ്രി? 69 a. 70ാമത്തെ ചോദ്യം, 70ന്റെ ഉത്തരം ബി ആണ്. അങ്ങനെ 100 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ GK ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സ്റ്റാൻഡേർഡ് കൂടിയ ക്വസ്റ്റ്യൻസും മിക്സ് ചെയ്തുകൊണ്ട് LDC മോഡൽ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ PDF ലേൺ വിത്ത് റീജ എന്നെ ടെലിഗ്രാമിലൂടെ അവൈലബിൾ ആണ്. ലേൺ വിത്ത് റീജ. അപ്പോൾ ടെലിഗ്രാമിൽ PDF അവൈലബിൾ ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ ലൈവ് ക്ലാസ് ഉണ്ട്. 2024 കംപ്ലീറ്റ് ആയി, പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. 2023 ഇതുവരെ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് പ്ലേലിസ്റ്റിലുണ്ട്.
2022 നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അനു, ഹായ് അരുൺദാസ്, ഹായ് സനു. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.